പൊന്നിയിൻ സെൽവൻ, ധീര, വാണ്ടഡ് തുടങ്ങിയ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, സൂപ്പർ ഡൂപ്പർ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അങ്ങനെ ഒരു ലൊക്കേഷനിലാണ്. അത് വെറും ഒരു ലൊക്കേഷൻ അല്ല, ഒരുപാട് ചരിത്രം ഒളിഞ്ഞിരിക്കുന്നതും വ്യത്യസ്തമായ കാഴ്ചകളും ഒത്തിരി അറിവുകളും നേടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം നമ്മളെത്തി, ഗോൾക്കൊണ്ട ഫോർട്ടിൽ. ഓക്കെ, ഒരുപാട് ചരിത്രമുണ്ട് ഇവിടെ. പക്ഷെ വെറുതെ വന്ന് കണ്ടാൽ ഇത് വെറും പഴയ കല്ലും അല്ല ഇതൊക്കെ ഉണ്ടാക്കി ഒരു കോട്ട പോലെ നമുക്ക് തോന്നുന്നു. പക്ഷെ ഒരു ഗൈഡ് നമുക്കുണ്ടെങ്കിൽ, ഒരു ഗൈഡിനെ മാക്സിമം എടുക്കാൻ നോക്കുക, ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റും. Now you are here. Yes, okay. Inside you feel clap here, and today's sound can be heard up there. Oh. You want to go up? You coming down 3 kilometers. 3 kilometers here. Yes. Okay. You want to go up steps? Okay. 360 steps. 360 steps. Yeah. Inside building bodyguard line. Okay. King bodyguard stay here. Okay. Inside for minister's office, the name is called Akkanna and Madanna. Okay. So you want to go up? Yeah, full to. നമുക്കിവിടുത്തെ ചരിത്രം ഒന്ന് നോക്കിയാലോ. ഗോൽക്കൊണ്ട കോട്ട ഹൈദരാബാദിലെ പ്രധാന ചരിത്ര സ്മാരകമാണ്. 13-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശം ഒരു മണ്ണ് കൊട്ടാരമായി സ്ഥാപിതമാക്കിയ ഗോൽക്കൊണ്ട പിന്നീട് ഖുതുബ് ഷാഹി വംശത്തിന്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ കല്ല് കൊട്ടാരമായി വളർന്നു. ഗോൽക്കൊണ്ട സമ്പന്നമായ ഡയമണ്ട് വ്യാപാരത്തിന് പ്രസിദ്ധമാണ്. ലോകപ്രസിദ്ധമായ കോഹിനൂർ ഡയമണ്ട് ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1687 മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ഈ കോട്ട കീഴടക്കുകയും ഖുതുബ് ഷാഹി ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഗോൽക്കൊണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ്. അവശേഷിച്ച കോട്ടയും ശില്പശാസ്ത്രവും വാസ്തുവിദ്യാ വൈഭവവും സന്ദർശകരെ ആകർഷിക്കുന്നു. One entry gate. Okay. So this gate 15th century gate. Oh. You want to go up, come down inside, no gates, inside no doors, only for just for curtain. Curtain. That's all. So because inside no Queen's Palace, men not allowed, sir. Okay. Only women allowed. ഗോൽക്കൊണ്ടയിലെ ഒരു പ്രധാന ആകർഷണം ഈ ക്ലാപ്പിംഗ് പോയിന്റ് ആണ്. ഈ പോയിന്റ് ഇവിടുത്തെ 24 ഡയമണ്ട് കട്ട് ഡിസൈൻ കൊണ്ട് ശ്രദ്ധേയമാണ്. ഇവിടെ നിന്നും ക്ലാപ്പ് ചെയ്യുവാണെങ്കിൽ 7 അടി ദൂരം വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. രാജഭരണകാലത്ത് ഒരു പ്രാവശ്യം ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ രാജാവ് വരുന്നുവെന്നും, 2 പ്രാവശ്യമാണെങ്കിൽ അതിഥികൾ വരുന്നുവെന്നും, 3 പ്രാവശ്യമാണെങ്കിൽ ശത്രുക്കൾ വരുന്നുവെന്നുമാണ് അർത്ഥം. ഈ ക്ലാപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് പണ്ട് വിവരങ്ങൾ കൈമാറിയിരുന്നത്. Business for the marketing for the garden. Golconda diamond from London, Kohinoor diamond. കാരണം സ്ക്വയർ ആ ഒരു ഷേപ്പിൽ ഒരു ഗ്രൗണ്ടിൽ ഇവിടെയാണ് ഒരുപാട് ജുവൽസ് അല്ലെങ്കിൽ ഒരുപാട് ഡയമണ്ട്സ്, നമ്മുടെ കോഹിനൂറൊക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെയാണ് ബിസിനസ് മെയിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമുക്കിവിടെ ഒരുപാട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകൾ കാണാൻ പറ്റും. ഇതേ ഉണ്ടോ, അത് മോട്ടറൊന്നുമില്ല, മാനുവലി താഴെ നിന്ന് പമ്പ് ചെയ്യും. ഓക്കെ, ഫുൾ കല്ലിലാണ്, കല്ല് വെറും കരിങ്കല്ല് കൊത്തിയെടുത്ത് മുകളിൽ നിന്ന് താഴോട്ടെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ. അപ്പോൾ ഇതേ നമുക്ക് അങ്ങ് കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റിയാണ്. ഓക്കെ, അത് ബഞ്ചാര ഹിൽസാണ്. അവിടെയാണ് ലേക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വെള്ളം നേരെ എത്തുന്നത് ഇത് ഇവിടെ
ഈ ഒരു വെള്ളം ശേഖരിക്കുന്ന ഈ ഒരു വലിയ കനാലോ ടാങ്കോ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യും, മാനുവലി കൈയിട്ട് ചുറ്റി എന്തോ പമ്പ് ചെയ്തിട്ട് ഈ വെള്ളം മുകളിലെത്തും അങ്ങ്. ഓക്കെ, പിന്നെ ഇത് അവിടെ ഗേറ്റ് കണ്ടോ, ഇത് ആ ഗേറ്റിൻ്റെ പേരാണ്, ഇത് ഒരു ലൈനിൽ പോകുന്നുണ്ടോ, അതാണ് ഡെത്ത് ഗേറ്റ്. രാജാവ് മരണപ്പെടുമ്പോൾ രാജാവ് മരിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല. കാരണം വെച്ചാൽ എന്നാൽ ആൾക്കാർ ഇവിടെ പേടിക്കും, നെക്സ്റ്റ് എപ്പോഴാണ് എനിമി ഉണ്ടാവും, അറ്റാക്ക് ഉണ്ടാവും. സോ രാജാവ് മരിച്ചെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, സോ രാജാവിനെ ഇവിടെ ഈ ലേക്ക് ഇവിടെ കുളിപ്പിച്ച് ആ ശരീരത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് അതുവഴി പോകും. ഓക്കെ, നമുക്ക് ഇവിടെ 3 കുടീരങ്ങൾ കാണാം, പക്ഷേ കുടീരങ്ങൾ കാണാൻ പറ്റും, ടോംസ്. ഓക്കെ, ഇവിടുത്തെ 3 രാജാവിൻ്റെ 4 രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണത്. അവർ ബറി ചെയ്ത സ്ഥലമാണത്. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഖുതുബ് ഷാഹി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട. രാജവംശത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ കോട്ട. 62 വർഷം എടുത്തായിരുന്നു ഈ കോട്ട പണിതത്. ഗോൽക്കൊണ്ട എന്ന പേര് തെലുങ്ക് വാക്കുകളായ ഗോൾ, കൊണ്ട എന്ന 2 വാക്കുകളിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത്. ഗോൾ എന്നാൽ ഉരുണ്ടതെന്നും കൊണ്ട എന്നാൽ മല എന്നുമാണ് അർത്ഥം. അതായത് ഗോൽക്കൊണ്ട എന്ന പേരിന്റെ അർത്ഥം വൃത്താകൃതിയിലുള്ള മല എന്നാണ്. കോട്ട മാത്രം പരന്നു കിടക്കുന്നത് 3 കിലോമീറ്റർ ചുറ്റളവിലും കോട്ട മതിൽ പരന്നു കിടക്കുന്നത് 7 കിലോമീറ്റർ ചുറ്റളവിലുമാണ്. ഗോൽക്കൊണ്ട കോട്ടയിലെ ഈ ഗുഹ 17-ാം നൂറ്റാണ്ടിൽ ഗോൽക്കൊണ്ട സുൽത്താൻ താനിഷ് നിർമ്മിച്ചതാണ്. രാജാവിന്റെ കാലഘട്ടത്തിൽ രാംദാസ് എന്ന വിശ്വസ്തൻ ഇവിടെ തടവിലാക്കപ്പെട്ടു. ഒരു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി അദ്ദേഹം സർക്കാർ നിധിയിൽ നിന്ന് പണം ഉപയോഗിച്ചതിന്റെ പേരിലാണ് തടവിലായത്. തടവിൽ കിടക്കുമ്പോൾ അദ്ദേഹം തന്റെ ഭക്തിയുടെ പ്രതീകമായി നിരവധി കല്ലിൽ കൊത്തുപണികൾ ചെയ്തു, പ്രത്യേകിച്ച് രാമലക്ഷ്മണ സീതാമാരുടെ രൂപം. ഇന്ന് രാംദാസ് ജയിൽ ഒരു പ്രധാന സഞ്ചാര കേന്ദ്രമാണ്. അംബാർഖാന ഫുഡ് സ്റ്റോറേജ്. ഓക്കെ, ഇത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഫുഡ് കുക്കിംഗ് ആണ്, സ്റ്റോറേജാ? ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ല. ഓക്കെ, ഇവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്, കണ്ടല്ലേ? കിങ് ബോഡി ഗാർഡ്, ആഫ്രിക്കൻ ബോഡി ഗാർഡ്, നോ ഇന്ത്യൻസ്. ഓ, കിങ് ബോഡി ഗാർഡ്സ് ഫുൾ ആഫ്രിക്കൻ ആണ്. ഓക്കെ, സ്ലേവ്സ്. One bodyguard one day, 1 kg rice eating, half kg mutton. 1 kg rice eating, half kg mutton per day. One man. ഇവിടെ ഒരു ആഫ്രിക്കയിൽ നിന്നാണ് രാജാവിൻ്റെ ബോഡി ഗാർഡ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ ആയിട്ട് ആരുമില്ല. അതിൽ ഒരാൾക്ക് 1 കിലോ റൈസും 1 കിലോ മട്ടനും ഒരു ദിവസം വേണം. മുകളിലൊരു അമ്പലമുണ്ട്, അത് 900 വർഷം മുമ്പുള്ള അമ്പലമാണ്. അവിടെ ഫസ്റ്റ് രാജ. ഓക്കെ, The first Raja, Hindu Raja named Kakatiya Raja. ഹിന്ദു രാജ ഉണ്ടാക്കിയ 1518 after later. ഓക്കെ, Muslim Raja came. He liked temple, he not destroyed. 1143 നിർമ്മിതമായ ഗോൽക്കൊണ്ട കാളിമാതാ ക്ഷേത്രം ഗോൽക്കൊണ്ട കോട്ടയുടെ പൂർവ്വസിദ്ധിയായ മണ്ണുകൊട്ടാരം ഉണ്ടായിരുന്ന കാലത്തും നിലനിന്നിരുന്നു. ഒരു 900 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അമ്പലമാണ് ഇത്. അപ്പോൾ രണ്ടാമത് 500 വർഷം മുമ്പുള്ള മുസ്ലിം രാജാവ് വന്നപ്പോൾ പോലും ഈ ഹിന്ദു അമ്പലം പുള്ളിക്കാരൻ പൊളിച്ചില്ല. ഇഷ്ടമായി, പുള്ളിക്കാരൻ ഇതിനെ ആരാധിച്ചു. ഓ, നന്ദിയുടെ ഷേപ്പിലുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു 3 കിലോമീറ്റർ ഈ പടികളൊക്കെ കയറി വരും. മുകളിൽ വെള്ളം കുടിക്കാനുള്ള കടയുണ്ട്, പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആ മറ്റേ വെള്ളം സ്റ്റോർ ചെയ്യുന്ന അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടു. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഓക്കെ, നമ്മളെ സൂക്ഷിക്കോളാം. ഇതൊക്കെ ചെവരിൽ എന്തൊക്കെയോ കുത്തി പേരും വെച്ച് മോശം. അതിവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയാലും ഇവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ചെവരിൽ കുത്തി കുറേ ലവും സിമ്പലും
എന്തിന് വൃത്തിയിടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഇത് രാജാവ് പോകുന്ന വഴി. ഈ പടിയിൽ രാജാവ് അന്ന് 100 kg ഉണ്ടായിരുന്നു. ആ രാജാവിനെ പല്ലക്കിലാണ് കൊണ്ടുപോകുന്നത്. അത് ഏകദേശം 10 കിലോ ഉണ്ടെന്നും അത് കൊണ്ടുപോകാൻ 14 പീപ്പിൾസ് ഉണ്ടാവും. അത് ഭയങ്കര രസമായ കാര്യമെന്ന് വെച്ചാൽ രാജാവ് പോകുമ്പോൾ ആ പല്ലക്ക് ലെവലായിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, പിന്നിൽ നല്ല ഹൈറ്റ് കൂടിയ ആൾക്കാരും. ഓക്കെ, അപ്പോൾ ആ ലെവലായിരിക്കാൻ വേണ്ടി ഓക്കെ എവറി 10 steps ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും പല്ലക്കിൽ. Doors only for just curtain. And now you see the top with the diamonds, oil lamps, lighting purpose. ഓക്കെ, ഇതേ കണ്ടില്ല, ഇതാണ് പണ്ട് മഹാറാണിയുടെ മേക്കപ്പ് റൂമാണ്. ഓക്കെ, ഇത് ഷെൽഫൊക്കെ ആയിരിക്കുന്നത്, നടുക്കിരിക്കുന്നത് അതാണ് ഒരു പണ്ട് മിറർ കണ്ണാടിയുടെ സ്ഥലമാണ്. മുകളിൽ ഡയമണ്ട് കട്ട് ലൈറ്റ്, ഓക്കെ നാച്ചുറൽ ലൈറ്റ് അല്ലേ ഇവിടെ ചെവരി തട്ടി വരാനുള്ള രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. Now this building for guest house room. ഗസ്റ്റ് ഹൗസ് റൂം. Any guest came here, somebody people speaking talk slowly. ഓക്കെ, Every sound king listen bedroom. ഓ Walls have ears. സൂപ്പർ. Yeah, any wall echo system. See the echo. ഓക്കെ, Hello. 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 What's the testing? യെസ്. Echo. ഇത് ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റുകൾക്ക് വന്ന രാജാവിൻ്റെ ഗസ്റ്റുകൾക്ക് വന്ന് താമസിക്കാണ്. പക്ഷേ ഇവിടെ ചെവരുകൾക്ക് ഒരു കാതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രഹസ്യം ചെറുതായിട്ട് സംസാരിച്ചാലും മുകളിലെ ബെഡ്റൂമിൽ അത് കേൾക്കാൻ പറ്റും. അതേ പറഞ്ഞ ചെവരുകൾക്ക് കാതുണ്ടെന്ന്. ശരിക്കും സൗണ്ട് ഡിസൈനാണ് എനിക്കിവിടെ. സൗണ്ട് ട്രാവൽ ചെയ്യുന്ന രീതി ശരിക്കും. ഈ ബോട്ടിൽ എക്കോ സൗണ്ട് വയ്ക്കും കേട്ടോ. ഹോഴ്സ് കുതിര. Goda. ഓക്കെ, കുതിര കെട്ടുന്ന സ്ഥലമാണത്. ഇത് ഇവിടെ നർത്തകികൾക്ക് ഉള്ള ബെഡ്റൂമാണ്. ഇത് ഇവിടെ മുസ്ലിം വുമൻസിന്, സ്ത്രീകൾക്ക് വർഷിപ്പ് ചെയ്യാനുള്ള സ്ഥലമാണിത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പണ്ട് ഡ്രംസും ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ യൂസ് ചെയ്തും ഡാൻസും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അതൊക്കെ നടന്നുകൊണ്ടിരുന്ന് ആഘോഷിക്കുന്ന സ്ഥലമാണത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തകർന്ന കെട്ടിടങ്ങൾ മാത്രമല്ല, രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധാവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല. പുതിയ കാഴ്ചകളും അറിവുകളും രുചികളും തേടി സൂപ്പർ ഡ്യൂപ്പറിൻ്റെ യാത്രയിൽ നിങ്ങളും കൂടാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.